കവിയും സംഗീതാസ്വാദകനും ഗാനരചയിതാവുമായ എസ്.വി. ഉസ്മാന്റെ 4ാം അനുസ്മരണം 18-ന് വടകര മുനിസിപ്പൽ പാർക്കിൽ നടക്കുമെന്ന് സംഘാടകർ വടകരയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. സർവീസ് സഹകരണ ബാങ്ക് സംരംഭം. കവിയും സംഗീതാസ്വാദകനും ഗാനരചയിതാവുമായ എസ്.വി. ഉസ്മാന്റെ 4ാം അനുസ്മരണം 18-ന് വടകര മുനിസിപ്പൽ പാർക്കിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കണക്കിന് കവിതകൾ, ലളിതഗാനങ്ങൾ, മാപ്പിളപ്പാട്ടുകൾ എന്നിവയുടെ രചയിതാവും ബലിമൃഗങ്ങളുടെ രാത്രി, അധിനിവേശകാലത്തെ പ്രണയം, വിത എന്നീ കവിതാ സമാഹാരങ്ങളുടെ കർത്താവുമാണ് എസ്.വി. ഉസ്മാൻ. സുഹൃത്ത് സംഘവും കുടുംബാംഗങ്ങളും ചേർന്ന് മധുവർണ്ണ പൂവല്ലേ എന്ന പേരിൽ നടത്തുന്ന അനുസ്മരണ പരിപാടിയിൽ പ്രശസ്ത ഹിന്ദുസ്ഥാനി സംഗീതജ്ഞൻ പണ്ഡിറ്റ് രാജേന്ദ്ര കുൽക്കർണി പുല്ലാങ്കുഴൽ കച്ചേരി അവതരിപ്പിക്കും. 8-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് വടകര മുനിസിപ്പൽ പാർക്കിൽ വെച്ചാണ് വടകരക്കാരനായ കവിയും ഗാനരചയിതാവും നല്ല വായനക്കാരനും സംഗീതാസ്വാദകനുമായ എസ്.വി. ഉസ്മാന്റെ 4ാമത്തെ അനുസ്മരണം നടക്കുന്നത്. ആ പരിപാടിയോടനുബന്ധിച്ച് ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള അനുസ്മരണ സമ്മേളനമുണ്ട്. അനുസ്മരണ സമ്മേളനത്തിന് ശേഷം ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രഗത്ഭനായ സംഗീതജ്ഞൻ പണ്ഡിറ്റ് രാജേന്ദ്ര കുൽക്കർണിയുടെ പുല്ലാങ്കുഴൽ കച്ചേരിയുണ്ട്. അതുപോലെ അനുസ്മരണ സമ്മേളനത്തിൽ MC വടകര, VT മുരളി, പ്രേംകുമാർ, സജയ് KV തുടങ്ങിയിരിക്കുന്ന ആളുകൾ, അനൂപ് അനന്തൻ തുടങ്ങിയിരിക്കുന്ന ആളുകൾ പങ്കെടുക്കുന്നുണ്ട്. എസ്.വി. ഉസ്മാൻ എന്ന കവി, ഗാനരചയിതാവ്, സംഗീതാസ്വാദകൻ എന്ന നിലയിലൊക്കെ വളരെ പ്രാഗൽഭ്യം ഉണ്ടായിരുന്ന ഒരാളാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ പ്രാധാന്യം മോഹൻ സൂചിപ്പിച്ചതുപോലെ മലയാളി പോട്ടെ, വടകരക്കാരൻ തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ എന്ന സംശയമാണ്. അത് എല്ലാം ഇങ്ങനെ നമ്മൾ സെൽഫ് പ്രൊമോട്ടിംഗ് എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ ഇപ്പം മോഹനം പറഞ്ഞതുപോലെ ഇൻട്രോവേർട്ടായിട്ട് നിൽക്കുന്ന ഒരാൾക്കത് കഴിഞ്ഞെന്ന് വരില്ല. പത്രങ്ങളിൽ വരാനോ അല്ലെങ്കിൽ മറ്റ് മാധ്യമങ്ങളിലൂടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാനോ ഒന്നും താല്പര്യം കാണിച്ചിട്ടില്ലാത്ത ഒരാളാണ്. അദ്ദേഹം മരിച്ചപ്പോൾ ദേശാഭിമാനിയുടെ അന്നത്തെ വാരിക എഡിറ്ററായിരുന്ന CP അബൂബക്കർ മാസ്റ്റർ എന്നോട് പറഞ്ഞു, മുരളിക്ക് അടുത്തറിയുന്ന ഒരു ലേഖനം അയച്ചു തരണം, ദേശാഭിമാനി വാരികക്കായിട്ട് പറഞ്ഞിട്ട് ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് ഒരു ലേഖനം എഴുതുകയും അത് ദേശാഭിമാനി വാരികയിൽ പ്രസിദ്ധീകരിക്കുകയും പിന്നീട് വന്ന് എൻ്റെ പുസ്തകത്തിൽ അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ ലേഖനം എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ വളരെ താല്പര്യപൂർവ്വം നേരത്തെ കവിതകളൊക്കെ വായിച്ചിട്ടുണ്ട്, പുസ്തകങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. ആദ്യത്തെ പുസ്തകം ഇറക്കുന്ന സമയത്ത് തന്നെ പല സന്ദർഭത്തിലും ഞാനായിട്ടൊക്കെ കൺസൾട്ട് ചെയ്തിട്ടുള്ളതാണ്. വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.